ഹായ് ഹലോ. മുഹൂർത്തത്തിന് ലീവ് ഉണ്ടെന്ന് അറിഞ്ഞ് കേട്ട പാതി കേൾക്കാത്ത മതി ഞാൻ റൂമും പൂട്ടി ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാനായിട്ട്. അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കണം ബസ് സ്റ്റോപ്പിലേക്ക്. 6:30യുടെ ബസ്സായിരുന്നു ലക്ഷ്യം. പക്ഷെ ഞാൻ അവിടെ എത്തി 6:30, 6:45, 7 മണിയൊക്കെ ആവാറായി ബസ് കിട്ടിയിട്ടപ്പോൾ. ബസ് വരണ വരെ ദേ ഈ പുള്ളിക്കാരൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എവിടെ നിന്ന് വന്നാന്നറിയില്ല. ഞാൻ എന്തെങ്കിലും കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല കൊടുക്കാനായിട്ട് കേട്ടോ. ബസ് വരണ വരെ അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നേ. പിന്നെ ബസ്സിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടി ട്ടോ. പിന്നെ അവിടുന്ന് ഞാൻ 1.5 മണിക്കൂർ ഉണ്ടായിരുന്നു ഗാന്ധിപുരത്തേക്ക്. പിന്നെ അവിടെ ചെന്ന് ഞാൻ ബസ് കയറി പാലക്കാട് എത്തി. പാലക്കാട് നിന്ന് 1 മണിക്കൂറുണ്ട് നെന്മാറയിലേക്ക് വരാനായിട്ട്. ഞാൻ പിന്നെ ബസ്സിൽ കയറി ഇരുന്ന് അങ്ങനെ ബസ്സെടുത്ത് പച്ചപ്പാടങ്ങളും ഇരുണ്ട കാടും ഒക്കെ താണ്ടി ഞാൻ കടയിലെത്തി. കടയിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. മധുരം വെപ്പിൻ്റെ മേക്കപ്പ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ സിമ്പിൾ മേക്കപ്പ് ആയിരുന്നു. ആൾക്ക് സ്കിൻ ഫിനിഷ് മേക്കപ്പ് ആയിരുന്നു വേണ്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ ഓർണമെൻറ്റ്സ് ഒക്കെ മിനിമലായിരുന്നു കേട്ടോ. ഹെയർ സ്റ്റൈൽ ആൾ ഓൾറെഡി സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ചെയ്യണമെന്നായിരുന്നു റെഫറൻസ് പിക്കിലെ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ആൾക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ. ഓർണമെൻറ്റ്സും എല്ലാം വളരെ മിനിമലായിരുന്നു. സുന്ദരി കുട്ടിയായിട്ടില്ലേ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഷോപ്പിൽ ഒരു റിനോവേഷൻ വർക്ക് നടക്കുക കേട്ടോ. നമ്മുടെ ഷോപ്പ് 3rd ഫ്ലോറിലായിരുന്നേ. പക്ഷെ അതിപ്പോൾ താഴത്തേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി ഒന്ന് നോക്കി കുറേ സജഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പറഞ്ഞ് അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി വന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഓംലെറ്റ് ആക്ച്വലി ഞങ്ങളുടെ ലിസ്റ്റിലില്ലാത്തൊരു സംഭവമായിരുന്നു. പക്ഷെ നല്ല വിശപ്പുള്ളതുകൊണ്ട് ഒരു ഓംലെറ്റ് ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ പതിയെ വീട്ടിലേക്ക് പോയി. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ബൈ ഓൾ.